പ്രൈസ് ദി ലോർഡ്. ഒരു പ്രാവശ്യം കൂടെ ഇവിടെയുള്ള ദൈവമക്കളുടെ സന്തോഷം മൃഗങ്ങൾ കാണുവാൻ കർത്താവ് ഇടയാക്കിയ ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യും. ഇന്നലെ രാവിലെ 9 മണിക്ക് ഞാനും എൻ്റെ വൈഫ് വത്സമ്മയും കൂടെ അയോവയിലുള്ള ഡിമോയിൻ എന്നുള്ള എയർപോർട്ടിൽ നിന്ന് യാത്ര തിരിച്ചതാണ്. 24 മണിക്കൂറിൽ കൂടുതലെടുത്തു ഞങ്ങൾക്ക് ഇവിടെ ഹൂസ്റ്റണിലെത്തുവാൻ. എങ്കിലും ഇന്നലെ രാത്രിയിൽ മിസോറിയിലുള്ളതായ ബ്രാഡ്സൺ എന്നുള്ള എയർപോർട്ടിൽ വെള്ളപ്പായി അവിടെ ഒരു ഹോട്ടൽ അക്കോമഡേഷനൊക്കെ തന്നു. ഇന്ന് രാവിലെ അവിടെ നിന്ന് 9 മണിക്ക് ഫ്ലൈറ്റ് തിരിച്ചു. എങ്കിലും ഈ അവസാന നിമിഷമെങ്കിലും കടന്നു വരുവാനും ചുരുക്കം പേരായിട്ട് കൂടിയിരിക്കുന്നതായ ഈ കൂട്ടായ്മയിൽ സംബന്ധിപ്പാനും കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. 2008 അഗ്ഡാലിയ നടന്നതായ സമ്മേളനത്തിൽ സംബന്ധിപ്പാൻ കർത്താവിടെയാക്കി. അവിടെ ഉണ്ടായിരുന്ന പ്രിയപ്പെട്ടവരെയൊക്കെയും ഒന്ന് കാണുവാനും സന്തോഷിപ്പാനും കർത്താവിടെയാക്കി. എന്നാൽ ഈ ടെക്സാസിലൊക്കെ അനേകം ആൾക്കാരുണ്ട്. ഇന്നത്തെ മീറ്റിങ്ങിൽ ഇത്രയും ആൾക്കാരെയൊന്നുമല്ല, നല്ലൊരു കൂട്ടത്തെയാണ് പ്രതീക്ഷിച്ചത്. എന്നാൽ വളരെ ചുരുക്കം ആൾക്കാരെ കടന്നു വന്നിട്ടുള്ളൂ. ഞാനിവിടെ വന്നപ്പോൾ ചില ആൾക്കാരുമൊക്കെ ബന്ധപ്പെട്ടപ്പോഴൊക്കെ പല ഇഷ്യൂസുകളാണ് എല്ലാവരും പറയുന്നത്. ഞാൻ പറയും, ഞാൻ എന്തുമാത്രം പൈസ ചിലവാക്കി, എന്തുമാത്രം ദൂരെ നിന്നാണ് വന്നത്. ഞങ്ങൾ കുടുംബമായിട്ട് ഞങ്ങളുടെ മോനും കുടുംബവും എല്ലാവരും കടന്നു വന്നിരുന്നതാണ്. മോൻ്റെ ആണെങ്കിൽ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യാണ്, അതും പ്രൈസ് ലൈനിൽ കൂടെ ബുക്ക് ചെയ്താണ്. അത് നഷ്ടമായിരിക്കുകയാണ്, അവന് വരാൻ പറ്റാത്തൊരു സാഹചര്യം ലാസ്റ്റ് മൊമെൻറ്റിലുണ്ടായി. മകളും വരുവാനുള്ള എല്ലാ ബുക്കിങ്ങും ചെയ്തതാണ്. പക്ഷേങ്കിൽ അവർക്കും ഇളയ കുഞ്ഞിന് അല്പമായിട്ടുള്ള പ്രയാസം നേരിട്ടുകൊണ്ട് വരുവാൻ സാധിച്ചില്ല. അപ്പം ഞങ്ങളെ കുടുംബമായിട്ട് വരുവാൻ ഇത്രയും ബന്ധപ്പെട്ടപ്പോൾ നിങ്ങളൊന്നും ഇവിടെ അടുത്ത് താമസിക്കുന്ന ഡാളസിൽ താമസിക്കുന്ന നിങ്ങൾ പോലും വരുന്നില്ല എന്ന് പറയുന്നത് വലിയ ദുഃഖകരമാണെന്ന് പലരോടും പറയുവാനിടയായി. എങ്കിലും കടന്നു വന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. പ്രകാരമുള്ള ലഭിക്കുന്നതായ സന്ദർഭങ്ങൾ ജീവിതത്തിൽ ഒരു നല്ല സന്ദർഭമായിട്ട് നാം കരുതണം. കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആത്മീയ കൂട്ടായ്മ, ദൈവമക്കളുടെ കൂട്ടായ്മയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ വിടുതലും അനുഗ്രഹം എന്നുള്ളത്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ദൈവകൃപയാൽ ഒമാൻ പെന്തക്കോസ്ത് അസംബ്ലി വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ 37ാമത്തെ വർഷം ആയിരിക്കുകയാണ്. ഈ 37 വർഷവും കർത്താവ് ആ സഭയെ അനുഗ്രഹിച്ചു. അതിൻ്റെ ഭാഗവാക്കാകുവാൻ കാലാകാലങ്ങളിലായിട്ട് ഇടയാക്കിക്കൊണ്ടിരിക്കുന്ന കൃപയ്ക്ക് ഇവിടെ ആയിരിക്കും നിങ്ങൾക്ക് ഇടയാക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഐ തിങ്ക് ജെറി ഈസ് ദ ലാസ്റ്റ് പേഴ്സൺ ടു ലീവ് മസ്കറ്റ്. ജെറി ആൻഡ് റാണി, വെർ ഈസ് ഹിസ് വൈഫ്? യാ, 28ാം തീയതി, കഴിഞ്ഞ മാസം 28ാം തീയതിയാണ് ജെറി കടന്നു വന്നത്. പല നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ രാജ്യത്തേക്ക് കടന്നു വരാനുള്ള തയ്യാറെടുപ്പിലായിരിക്കുന്നു. അവരൊക്കെ കടന്നു വരുമ്പോൾ അവർക്ക് വേണ്ടതായ എല്ലാ ആത്മീയ വേണ്ട കൈത്താക്കലൊക്കെ നിൽക്കുവാൻ നിങ്ങൾ ബന്ധപ്പെടണം. കാലാകാലങ്ങളിലായിട്ട് കർത്താവ് കഴിഞ്ഞ ദീർഘ 37 വർഷം ഒമാനിൻ്റെ മരുഭൂമിയിൽ ദൈവസഭയെ കർത്താവ് നിലനിർത്തി അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാരെ കർത്താവ് അയച്ചുകൊണ്ടിരിക്കുന്നു. വിവിധ സന്ദർഭങ്ങളിൽ അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മകൾ കർത്താവ് തന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ സഭയ്ക്ക് ഏകദേശം 18 ബ്രാഞ്ചുകളുണ്ട്. ആ ബ്രാഞ്ചുകൾ വിവിധ ഇടങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ റവറൻ തമ്പി മാത്യു റീസെൻ്റ്ലി കടന്നു വരുവാനും 1-2 മീറ്റിങ്ങുകൾ സംബന്ധിപ്പാനിടയായി. ഒബിയെ സംബന്ധിച്ച് പറഞ്ഞാൽ വളരെ അഭിമാനമുണ്ട്. കഴിഞ്ഞ ദിവസം ചർച്ചബോർഡിൻ്റെ കൺവീനറായിട്ട് അറ്റ്ലാന്റയിലെ തമ്പി മാത്യു, അരീസോണയിലെ പേജിയുടെ കൺവീനറായിട്ട് റോയ് ചെറിയാൻ കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുമ്പ് ഞാൻ പൊതുസഭയിൽ അനൗൺസ് ചെയ്തു. നിങ്ങളെല്ലാവരും ഓർക്കുമായിരിക്കും നമ്മുടെ മദ്രാസ് അണ്ണിയെ ഓർക്കും. ഞാനിന്ന് ഒക്ലോമയിലെ ഒരു IPC സഭയുടെ സീനിയർ പാസ്റ്റർ ആയിരിക്കുന്നു എന്ന് 2-3 ആഴ്ച മുമ്പ് ഞാൻ അനൗൺസ് ചെയ്യുകയുണ്ടായി. ഇതെല്ലാം ഓർക്കുമ്പോൾ ഒബിയയുടെ സന്താനങ്ങളൊക്കെ ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ വിവിധങ്ങളിലായിരിക്കുന്നു. ഇംഗ്ലണ്ടിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ കൂട്ടായ്മകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അയർലൻഡിൽ ചെന്നവരെല്ലാവരും പാസ്റ്റർമാരാണ്. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ കർത്താവ് അതിനെല്ലാം ഒരു മുഖ്യ കാരണം ആ പ്രയർ സെല്ലുകളൊക്കെ ആയിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. പലരും പറഞ്ഞിട്ടുണ്ട് ആ ലീഡർഷിപ്പ് ആ പ്രയർ സെല്ലിൽ കൂടെ ലഭിക്കാനിടയായി. 10 പേരുണ്ടെങ്കിലും അനുഗ്രഹിക്കപ്പെട്ടതായ ലീഡർഷിപ്പ് നടക്കുവാനിടയായി. ഇവിടെ ചില സഭയിൽ ചെന്ന് ഞാൻ 10 പേരല്ലേ ഉള്ളൂ. അതുപോലുള്ള അപ്പോൾ ഓരോ സഭയ്ക്ക് തുല്യമാണ്. ഈ പ്രയർ സെല്ലിൻ്റെ ലീഡേഴ്സിനെയൊക്കെ വിളിച്ചു കൂട്ടുമ്പോൾ ഞാൻ ആദ്യം പറയുന്ന കാര്യമാണ്, അമേരിക്കയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രയർ സെല്ലുള്ള അത്രയും ആൾക്കാർ പോലും ഇല്ലാത്ത സഭകളാണുള്ളത്. അവിടെയാണ് ഒരു സീനിയർ പാസ്റ്ററും ഒരു 4-5 അസോസിയേറ്റഡ് പാസ്റ്ററും പിന്നെ വേണ്ട ഇഷ്ടംപോലെ ഭാഷന്മാരുടെ സംഖ്യകളുള്ള സഭകളാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാം അവരെക്കാട്ടി വലിയ ഭാഷന്മാരാണെന്ന് ഈ പ്രയർ സെല്ലിൻ്റെ ലീഡേഴ്സിനോടൊക്കെ ഞാൻ പലപ്പോഴും പറയാറുണ്ട്. അങ്ങനെയുള്ളതായ അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂട്ടായ്മയുടെ ഭാഗമാകുവാൻ കാലാകാലങ്ങളിലായിട്ട് നമുക്കെല്ലാവർക്കും ഇടയാക്കിക്കൊണ്ടിരിക്കുന്നു. ഇന്നലെ കർത്താവിൻ്റെ കൃപയാൽ ആ സഭയോടുള്ള ബന്ധത്തിൽ 27 വർഷം ഞാൻ പിന്നിട്ടു. 1983 ജൂലൈ മാസം 2-ാം തീയതി കടന്നു വന്നു. ആ സഭയുമായി